ഇത് തിരഞ്ഞെടുപ്പ് കാലമാണ്. ആരോപണ പ്രത്യാരോപണങ്ങളുടെ കാലം. അതായത് എതിരാളികൾ കയ്യിൽ കിട്ടുന്ന എന്തും ആയുധമാക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ 2014 മുതൽ ഈ 2024 വരെ കേന്ദ്ര സർക്കാരിനെതിരെ കാര്യമായി ഒന്നും കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴേക്കും പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ വിജ്ഞാപനത്തിനെതിരെയുള്ള പ്രക്ഷോഭം അത് കത്തിയതുപോലുമില്ല. കർഷക സമരം നനഞ്ഞ പടക്കമായി പോയി. പിന്നീട് അവർക്ക് വീണ് കിട്ടിയ ഒരു ആയുധമായിരുന്നു ഇലക്ട്രൽ ബോണ്ട്. എന്താണ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ചെറിയ ഒരു വിവരണത്തിലൂടെ നമുക്ക് മുൻപോട്ട് പോകാം. അതൊരു പ്രോമിസറി നോട്ട് പോലെ ഉള്ള ഒന്നാണ്. അതായത് ഇത് വാങ്ങുന്ന ആൾ, അത് SBIയിൽ നിന്നാണ് വാങ്ങുന്നത്. ഇത് വാങ്ങുന്ന ആൾ അയാളുടെ KYC വിവരങ്ങൾ മുഴുവൻ ബാങ്കിന് നൽകണം. പക്ഷേ ഇത് സംഭാവനയായി നൽകുന്ന വ്യക്തിയുടെ ഡീറ്റെയിൽസുകൾ സൂക്ഷിക്കണമെന്നില്ല. ഇത് 1000, 10,000, 1 ലക്ഷം, 10 ലക്ഷം, 1 കോടി എന്നിവയുടെ ഗുണിതങ്ങളോ ആയിട്ടാണ് ഈ പ്രോമിസറി നോട്ട് ലഭിക്കുന്നത്. എന്തുകൊണ്ട് ഈ പ്രോമിസറി നോട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ, അത് നമ്മളിപ്പോൾ ഒരു ഡിജിറ്റലൈസേഷനിലാണ്. നമ്മളുടെ സാമ്പത്തിക ഇടപാടുകളെല്ലാം ഇപ്പോൾ ഡിജിറ്റലൈസേഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ കള്ളപ്പണം തടയുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രോമിസറി നോട്ട് ഇറക്കാൻ നമ്മൾ നിർബന്ധിതരായതും അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നതും. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ മുൻകാലങ്ങളിലൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പലരും സംഭാവന നൽകാറുണ്ട്. നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ടവർ റെസിപ്റ്റ് ചോദിച്ചു വാങ്ങും. എന്നാൽ റെസിപ്റ്റ് ചോദിച്ചു വാങ്ങാതെ പണം കൈപ്പറ്റുന്ന ഒരുപാട് വ്യവസായികൾ, ഇല്ലെങ്കിൽ പണം നൽകുന്ന ഒരുപാട് വ്യവസായികൾ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് പോലുമുണ്ട്. അതായത് 10 ലക്ഷം രൂപ കൊടുക്കുകയും 2 ലക്ഷത്തിൻ്റെ റെസിപ്റ്റ് കൊടുക്കുകയും ചെയ്യുന്ന അനവധി കഥകൾ നാം കേട്ടിട്ടുമുണ്ട്. അതിനൊന്നും ഒരു കണക്കുള്ളതായി നമുക്കറിയില്ല. ആരെത്ര കൊടുത്തുവെന്നോ എന്തൊക്കെ കൊടുത്തുവെന്നോ ഒന്നുമില്ല. കാരണം ഇത് നിയമാനുസൃതമായിട്ടല്ല, ക്യാഷായിട്ടാണ് കൊടുക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗവും ഇതൊക്കെ തന്നെയാണ്. ഏതായാലും അതിനൊരു അറുതി വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഇലക്ട്രൽ ബോണ്ടുകൾ ഇറക്കുകയും അത് മുൻപോട്ട് പോവുകയും ചെയ്തത്. ഈ ബോണ്ട് ഇറക്കിയതിന് ശേഷം 2017 മുതൽ 2023 വരെ ഈ ബോണ്ട് വഴി പണം നേടിയ രാഷ്ട്രീയ പാർട്ടികൾ, ഇത് BJPക്കെതിരെയാണ് ആദ്യ സമയങ്ങളിൽ, ഈ വിവാദം ഉയർന്നപ്പോൾ ആദ്യ സമയങ്ങളിൽ എല്ലാ മാധ്യമങ്ങളും BJPക്കെതിരെയാണ് വാളെടുത്തത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും BJPക്കെതിരെ വാളെടുത്തു. BJP ആണ് ഒരു വലിയ കൊള്ള ഇതിൽ നടത്തിയിരിക്കുന്നതെന്ന്. ഒപ്പം തന്നെ അവർ പ്രതീക്ഷിച്ച ചില പേരുകളുണ്ടായിരുന്നു. ഈ ബോണ്ട് വാങ്ങി പണം നൽകിയത് മുഴുവൻ അദാനിയും അംബാനിയുമാണെന്ന്. നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ ഈ വ്യവസായികളുടെ പേര് ഇതിലില്ല. ഏതായാലും ഉള്ള വ്യവസായികളിൽ കുറേ എണ്ണം തരികിടകളാണ്. അത് ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ സഹയാത്രികരുമാണ്. ഏതാണ്ട് അപ്പോഴാണ് ഒന്ന് തണുത്തു തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ പുതിയ വിവരങ്ങൾ വന്നിരിക്കുന്നത്. അതായത് 2017 മുതൽ 2023 വരെ ഇത്തരം ബോണ്ടുകളിലൂടെ പണം കൈപ്പറ്റിയ പാർട്ടികളും അവരുടെ തുകയും നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. BJPക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ പണം ലഭിച്ചിരിക്കുന്നത്. അത് സ്വാഭാവികമാണ്. രാജ്യം ഭരിക്കുന്ന പാർട്ടിയിലെ ഭരണമുള്ള പാർട്ടിക്കാണ് കൂടുതൽ പണം ഏതൊരാളും നൽകുന്നത്. കേരളത്തിലാണെങ്കിൽ അത് CPMന് തന്നെയാണ്. CPMന് കൊടുക്കുന്ന സംഭാവന ആയിരിക്കില്ല കോൺഗ്രസിന് കൊടുക്കുന്നത്. കോൺഗ്രസിന് കൊടുക്കുന്ന സംഭാവന ആയിരിക്കില്ല BJPക്ക് കൊടുക്കുന്നത്. കാരണം ഭരണമുള്ളവർക്ക് കൂടുതൽ പണം നൽകും. അത് രണ്ട് രീതിയിലാണ്. ഒന്ന്, അവരുടെ വ്യവസായം സുഗമമായി മുൻപോട്ട് പോകുവാനായിട്ട് തന്നെയാണ് പല വ്യവസായികളും പണം നൽകുന്നത്. അത് മറ്റൊരു കാര്യം കൂടിയാണ്. പണം ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അനിവാര്യമായ ഘടകമാണ്. കാരണം പണമില്ല എങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. ശരാശരി കേരളത്തിലാണെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ദിവസം അവരുടെ മിഷനറി ചലിക്കണമെങ്കിൽ പോലും കുറഞ്ഞത് 3 ലക്ഷം തൊട്ട് 5 ലക്ഷം രൂപ വരെ വേണം. കാരണം അവരുടെ ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി, പ്രസിഡന്റും അടക്കം വിവിധ ഇടങ്ങളിൽ പോകുന്ന വാഹനത്തിൻ്റെ വാടക, പെട്രോൾ, ഡ്രൈവറുടെ ചിലവ്, ഒപ്പം തന്നെ നടത്തുന്ന സമ്മേളനങ്ങൾ, ഇവയുടെ എല്ലാം ചിലവുകൾ, ദൈനംദിന ചിലവുകളാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ചെറിയ സംസ്ഥാനത്ത് അവരുടെ ഓഫീസുകളുടെ വാടക, ഓഫീസുകൾ പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ, അങ്ങനെ എല്ലാത്തിൻ്റെയും ചിലവ് കണക്ക് കൂട്ടുമ്പോൾ ലക്ഷങ്ങൾ തന്നെ ഒരു ദിവസം വേണ്ടിവരും. ഈ പണം ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന സംഭാവനകളായിട്ട് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉപയോഗിക്കുന്നത്. അങ്ങനെ സംഭാവന മേടിക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ ലോകത്തില്ല. ഇന്ത്യയിൽ നിന്നല്ല, ഈ ലോകത്ത് തന്നെയില്ല. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ പണം ആവശ്യമുണ്ട്. അങ്ങനെ ഈ പണം ഇങ്ങനെ കണക്കിൽപ്പെടാതെ ലഭിക്കുന്ന ഈ പണത്തിന് അറുതി വരുത്തിക്കൊണ്ടാണ് ഇത്തരം ബോണ്ടുകൾ എത്തിയത്. അതായത് ഈ പണം കൊടുക്കുന്നതിന് കൃത്യമായ രേഖകൾ ഉണ്ട്. ഈ പണം കൊടുത്തവരുടെ അല്ല, ഇത് വാങ്ങിയവരുടെ പേര് വിവരങ്ങൾ സൂക്ഷിക്കണം നിർബന്ധമില്ല. പക്ഷേ അത്തരം കാര്യങ്ങൾ കൂടി സൂക്ഷിക്കപ്പെടാറുണ്ട്. അത് പരസ്യമാക്കാറില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വ്യവസായി ഒരു പാർട്ടിക്ക് പണം നൽകുമ്പോൾ സ്വാഭാവികമായി പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഇത്രയും രൂപ തന്നു എന്ന് നിങ്ങൾ ആരോടും പറയരുത്. കാരണം ഇപ്പോൾ കേരളത്തിൽ CPM ആണ് പിരിവിന് വരുന്നതെങ്കിൽ നമ്മളൊരു 1000 രൂപ അവർക്ക് കൊടുക്കും. എന്നിട്ട് അവരോട് പറയും, ഞാനിത് തന്നെന്ന് മറ്റുള്ളവരോട് പറയരുത്. മറ്റുള്ളവരാരാണ്? പ്രതിപക്ഷം കോൺഗ്രസ്സാണ്. പറയരുത്. കാരണം അടുത്ത തവണ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ്സാണ് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവർ ചോദിക്കും, ഞങ്ങൾക്കും 1000 രൂപ വേണം. അത്രയും രൂപ ഒരു വ്യവസായം കൊടുക്കില്ല. വ്യത്യസ്തമായ തുകകൾ തന്നെയാണ് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യവസായി അത് ആവശ്യപ്പെടാറുണ്ട്. ആ ഒരു കാര്യമാണ്. ഏതായാലും
നമുക്കിനി 2017 മുതൽ 2023 വരെ ഏറ്റവും കൂടുതൽ പണം കിട്ടിയ പാർട്ടികൾ BJPക്ക് 6556 കോടി രൂപ ലഭിച്ചു. ഈ ഒരു തുക മാത്രമാണ് എല്ലാ മാധ്യമങ്ങളും ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. ബാക്കി കിട്ടിയവരുടെ തുകകൾ കൂടി നാം അറിയേണ്ടതായിട്ടുണ്ട്. കോൺഗ്രസ് 1123 കോടി, തൃണമൂൽ കോൺഗ്രസ് 1093 കോടി, BJD 774 കോടി, DMK 617 കോടി, ആം ആദ്മി 94 കോടി, NCP 64 കോടി, JDU 24 കോടി, മറ്റുള്ളവരെല്ലാം കൂടി 1095 കോടി, BSR 386 കോടി, YSR കോൺഗ്രസ് 382 കോടി, TDP 146 കോടി. ഇതിൽ കോൺഗ്രസും BJPയും ഒഴിച്ചാൽ ബാക്കിയുള്ളവരെല്ലാം പ്രാദേശിക പാർട്ടികളാണ്, സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങുന്ന പാർട്ടികൾ. ആ സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങുന്ന തൃണമൂൽ കോൺഗ്രസ് പോലും ഈ ബോണ്ടിലൂടെ ശേഖരിച്ചിരിക്കുന്ന സംഭാവന 1093 കോടി രൂപയാണ്. അപ്പോൾ എല്ലാ പാർട്ടിക്കാരും, അതായത് നമ്മൾ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, അമ്പ് കൊള്ളാത്തവരായി ആരുമില്ല കുരുക്കളുടെ കൂട്ടത്തിൽ എന്ന് പറയുന്നത് പോലെ എല്ലാവരും വാങ്ങി. ഇവിടെയാണ് സഖാക്കൾ പറയുന്നത് തങ്ങൾ ഈ ബോണ്ട് വഴി സംഭാവന സ്വീകരിച്ചിട്ടില്ലെന്ന്. അവരോടൊരൊറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ. 2019 ഒരു 10 കോടി രൂപ DMKയിൽ നിന്ന് നിങ്ങൾ കൈപ്പറ്റിയിരുന്നു. അത് വലിയ വാർത്തയായിരുന്നു. കാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷന് DMK നൽകിയ സത്യവാങ്മൂലത്തിൽ അവർ പറഞ്ഞിരുന്ന കാര്യം, കൊങ്ങനാട് മക്കൾ ദേശീയ പാർട്ടിക്ക് ഞങ്ങൾ 15 കോടി രൂപ കൊടുത്തു, CPMന് 10 കോടി രൂപ കൊടുത്തു. ഈ 10 കോടി രൂപ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു? അതും സിമ്പിളാണ്, പറഞ്ഞു തരാൻ. തലമുണ്ടാക്കേണ്ട കാര്യമില്ല, ക്യാപ്സൂൾ ഇറക്കേണ്ട കാര്യവുമില്ല. അതായത് മുന്നണി നയിക്കുന്ന പാർട്ടി, ആ പാർട്ടിയാണ് ആ മുന്നണികൾക്കുള്ളിലുള്ള ചെറു പാർട്ടികൾക്കും തിരഞ്ഞെടുപ്പ് കാലത്ത് പണം നൽകുന്ന പ്രചരണത്തിനും മറ്റും. അതായത് NDA മുന്നണിയിലെ പ്രധാന കക്ഷി BJP ആണ് തിരഞ്ഞെടുപ്പ് കാലത്ത് BJPയുടെ കീഴിൽ മത്സരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ ഘടകകക്ഷികൾക്കുമുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തന ചെലവിനുള്ള ഫണ്ട് നൽകുന്നത്. അതുതന്നെയാണ് DMK CPMന് നൽകിയ 10 കോടി രൂപയും. ഒപ്പം തന്നെ കോൺഗ്രസ് ഉണ്ട്, കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികൾ എന്ന് പറയുമ്പോൾ വിവിധ സംസ്ഥാനത്ത് വിവിധ സഖ്യകക്ഷികളാണ്. കേരളത്തിൽ IOML ഉണ്ടെങ്കിൽ ബാക്കി ഉത്തർപ്രദേശിൽ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയായിട്ട് IOML ഇല്ല. അപ്പോൾ ആരൊക്കെയാണോ അവരുടെ കീഴിലുള്ള സഖ്യകക്ഷികൾ, ആ സഖ്യകക്ഷികൾക്കും തിരഞ്ഞെടുപ്പിനുള്ള വട്ടച്ചിലവിനുള്ളത് മാത്രമല്ല നന്നായി പ്രചരണത്തിനുള്ള പോസ്റ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പണം നൽകുന്നതും ഈ വലിയ പാർട്ടികൾ തന്നെയാണ്. CPM ആണ് കേരളത്തിൽ CPMന് കീഴിൽ പ്രവർത്തിക്കുന്ന RSP അടക്കമുള്ള അല്ലെങ്കിൽ ചെറുതും വലുതുമായ എല്ലാ പാർട്ടികൾക്കും ഒരു നിശ്ചിത തുക കൊടുക്കാറുണ്ട്. ആ പണം എവിടെ നിന്നാണ് വരുന്നത്? CPMന് ലഭിക്കുന്ന സംഭാവനയിൽ നിന്നാണ് ആ തുക വരുന്നത്. അതായത് DMK വാങ്ങിയ ഈ ബോണ്ടിലൂടെ സാനിയ മാർട്ടിൽ നിന്നും വാങ്ങിയ 617 കോടി രൂപയിൽ നിന്നാകണം ഒരുപക്ഷെ ഈ 10 കോടി രൂപ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ തങ്ങൾ നേരിട്ട് വാങ്ങിയിട്ടില്ല, വാങ്ങിയവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഭാവന സ്വീകരിക്കുന്നുണ്ട്. അത് ഇത്തരത്തിലാണ്. ഇത് ഏതായാലും ഈ കണക്കെങ്കിലും പുറത്തു വന്നത് ഇത്തരമൊരു ബോണ്ട് ഇറക്കിക്കൊണ്ട് മാത്രമാണ്. ഈ ബോണ്ട് ഇറക്കിയില്ലായിരുന്നു എങ്കിൽ ഇവർ ആർക്കൊക്കെ എത്ര തുക ലഭിച്ചു എന്ന് ഇന്ന് വരെ നമുക്ക് അറിയാൻ കഴിയില്ലായിരുന്നു. ഈ ബോണ്ട് ഇറക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു സ്ഥാപനം ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും കൊടുത്തതിൻ്റെ കണക്ക് നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. കേട്ടത് ഈ ബോണ്ട് വന്നതിന് ശേഷം ഇത്ര രൂപ കിട്ടുന്നുണ്ടെന്ന് എല്ലാ വർഷവും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയാറുണ്ട്. അതിൻ്റെ കണക്കുകൾ സുതാര്യവുമാണ്. ഈ ബോണ്ടിന് മുമ്പ് ആരൊക്കെ എന്തൊക്കെ കൊടുത്തെന്ന് ആർക്കും ഒരു പിടിയില്ല. ആ കാലഘട്ടത്തിലേക്ക് നാം തിരിഞ്ഞു പോകണമോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ട വിഷയമാണ്. ഇവിടെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞിട്ടുള്ള അഴിമതി കുറയ്ക്കുവാൻ വേണ്ടി കൂടിയാണ് ഈ ബോണ്ട് ഇറക്കിയത്. കാരണം ഈ വലിയ തുകകൾ വലിയ കോൺട്രാക്ടർമാർ വലിയ ബിസിനസ്സുകാരൊക്കെ ഒരു MLAക്കോ ഇല്ല ജനപ്രതിനിധിക്കോ വേണ്ടി മുടക്കുമ്പോൾ ആ വ്യവസായിക്ക് ഒരു ലക്ഷ്യമുണ്ട്. ആ വ്യവസായിയുടെ ഇംഗിതത്തിനനുസരിച്ച് വേണം ആ ജനപ്രതിനിധി പ്രവർത്തിക്കാൻ. അത് ഇല്ലാതാക്കുക എന്നതുകൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബോണ്ട് ഇറക്കിയത്. പക്ഷേ ഇപ്പോൾ ബോണ്ടിനായി ഉറഞ്ഞു തുള്ളുന്നവരൊക്കെ ഇപ്പോൾ മാളത്തിലേക്ക് പതുക്കെ തലവലിച്ചു തുടങ്ങിയിരിക്കുന്നു. അതായത് ബോംബാകുമെന്ന് കരുതിയ ഒരു വലിയ ആരോപണം ഇപ്പോൾ ബൂമറാങ് ആയിട്ട് പ്രതിപക്ഷത്തിന് നേരെ പാഞ്ഞെടുക്കുകയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആ പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുകയാണ്. അമ്പ് കൊള്ളാത്തവരായ ആരുമില്ല കുരുക്കളിൽ. കൃത്യമായ ഒരു കണക്കുണ്ട്. ആ കണക്കിൽ എവിടേക്ക് പോയി എന്നുള്ളതും കൃത്യമായി തന്നെ ഒരു കണക്ക് ഈ SBIയുടെ പക്കലുണ്ട്. പക്ഷേ ഇപ്പോൾ കോടതി പറയുന്ന ആ കണക്ക് വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ഒരു വലിയ അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം ഒരു വ്യവസായി ഒരു പാർട്ടിക്ക് കൊടുക്കുന്ന സംഭാവന അത് ആ പാർട്ടിയുടെ എതിരാളികൾ അറിഞ്ഞാൽ ആ വ്യവസായിയെ സംബന്ധിച്ച് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എനിക്കെൻ്റെ ഈ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞാൻ ചിലപ്പോൾ ഭരണകക്ഷിക്ക് കൊടുക്കുന്ന 1000 രൂപയായിരിക്കും. പ്രതിപക്ഷത്ത് ഉള്ള പാർട്ടിക്ക് ആ 1000 രൂപ ഞാൻ കൊടുക്കുന്നില്ല എങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ അതിൽ കുറച്ചാണ് കൊടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായി പ്രതിപക്ഷത്തുള്ള പാർട്ടികൾ എൻ്റെ സ്ഥാപനം പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് വരും. ഇല്ലെങ്കിൽ ഈ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികൾ നാളെ അധികാരത്തിൽ വന്നാൽ എന്നോട് പ്രതികാര നടപടികൾ തുടർന്നു എന്ന് വരാം. അതുകൊണ്ട് തന്നെ വ്യവസായികളെ വെള്ളത്തിലാക്കരുത്. കാരണം അവർ കൊടുത്തിരിക്കുന്നത് ലീഗലായി തന്നെയാണ്. പക്ഷേ ഈ ബോണ്ട് കൊടുത്തതിൽ ചിലരൊക്കെ നമുക്ക് പ്രിയപ്പെട്ടവരും മറ്റു ചിലർക്ക് കള്ളന്മാരുമായി മാറുന്നു.
സാന്റിയാഗോ മാർട്ടിനെ പോലുള്ളവർ CPM-ൻ്റെയും DMK-യുടെയൊക്കെ സഹയാത്രികരായി മാറുന്നു. ഇവിടെ അദാനിയും അംബാനിയും തിരഞ്ഞവർക്ക് നിരാശ വരുന്നത് സ്വാഭാവികമായി മാത്രമാണ്. ഇപ്പോൾ ചോദ്യം ഉയരുന്നത് ഈ അംബാനിയും അദാനിയുമൊക്കെ എങ്ങനെയായിരിക്കും സംഭാവന കൊടുത്തതെന്നുള്ളതാണ്. ഏതായാലും അവർ സംഭാവന കൊടുക്കാതിരിക്കാൻ വഴിയൊന്നുമില്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ ബോണ്ട് വന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും തുക ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിയതെന്ന് മനസ്സിലാകുന്നു. ഇത് ബോണ്ട് വഴി കിട്ടിയ തുകയുടെ കാര്യമാണ്, അല്ലാതെ ബക്കറ്റ് വഴിയും റെസിപ്റ്റ് വഴിയും പോക്കറ്റിലിട്ട് കൊടുത്തതിൻ്റെ കണക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, അത് കിട്ടാനും പോകുന്നില്ല. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഈ ബോണ്ട് ഇറങ്ങുന്നതിന് മുമ്പ് വരെ ഇത്തരത്തിലായിരുന്നു പണം പോയിരുന്നത്. പലപ്പോഴും നേതാക്കളുടെ പോക്കറ്റിലിട്ട് കൊടുക്കുന്ന സംഭാവന, ബക്കറ്റിലിട്ട് കൊടുക്കുന്ന സംഭാവന, അതായത് 10 രൂപ കൊടുത്താൽ 2 രൂപയുടെ റെസിപ്റ്റ് തരുന്ന സംഭാവന, പപ്പാതി അഡ്ജസ്റ്റ്മെൻറ്റുള്ള സംഭാവന, അങ്ങനെ പല രീതിയിലുള്ള കലാപരിപാടികൾ നടന്ന നാട്ടിലേക്കാണ് ബോണ്ട് എത്തുന്നത്. ബോണ്ട് എത്തിയപ്പോൾ ഇപ്പോൾ ആ ബോണ്ടിൻ്റെ വിവരങ്ങൾ കോടതിക്ക് കൈമാറണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ കൈമാറുമ്പോൾ അതിൽ വരുന്ന വ്യവസായികളുടെ പേര് പ്രസിദ്ധപ്പെടുത്തിയാൽ അതൊരു പക്ഷേ വ്യവസായികളുടെ ജീവന് തന്നെ അപകടത്തിലാകുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തും. കാരണം രാഷ്ട്രീയ പാർട്ടികളാണ്, അവർക്ക് സംഭാവനകളോ മറ്റു സഹായങ്ങളോ ലഭിച്ചില്ലെങ്കിൽ പ്രതികാര നടപടികളുണ്ടാകും. അതിന് ഏറ്റവും മികച്ച ഉദാഹരണം കേരളമാണ്. ഫണ്ട് കൊടുത്തില്ലെങ്കിൽ സഖാക്കൾ പൂട്ടിയ എത്ര സ്ഥാപനങ്ങളുണ്ട് കേരളത്തിലെന്നുകൂടി അറിയേണ്ടതായിട്ടുണ്ട്. ഏതായാലും കോടതി ആ വിവരങ്ങൾ ചോദിച്ച് കോടതിയിൽ തന്നെ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉത്തമം. ഇല്ല എങ്കിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഏത് രീതിയിൽ ആ വ്യവസായിയോട് പെരുമാറുമെന്നുകൂടി നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഫണ്ടിൽ ലഭിക്കാത്തതായി ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലില്ല. അതായത് ഒരു വലിയ രാഷ്ട്രീയ പാർട്ടി വാങ്ങി അവരുടെ കീഴിലുള്ള ചെറിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് വീതം വെച്ച് നൽകിയത് ഉൾപ്പെടെ ഈ കണക്കിൽ പെടുന്നതുമാണ്. അതുകൊണ്ട് സഖാക്കൾ കൂടുതൽ തള്ളിമറിക്കേണ്ട, നിങ്ങളും പെട്ടു. ഇതാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ ഇന്നത്തെ പോയിന്റ്. നന്ദി, നമസ്കാരം.